നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തമായ ഇടിമിന്നലിൽ ചമ്പാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. താഴെ ചമ്പാട്ടെ കൂവാട്ട് ക്ഷേത്രത്തിലും സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ. സിഒഎ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്ന KO പ്രശാന്തിന്റെ സ്മരണയ്ക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമിയിലെ PP ശശീന്ദ്രന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുരസ്കാരം സമ്മാനിച്ചു. തലശ്ശേരി സിഗ്നലേഴ്സ് ഏർപ്പെടുത്തിയ പ്രഥമ കോവലൻ പുരസ്കാരം മേലൂരിലെ ഷീല ജയപ്രകാശിന്. പ്രശസ്ത സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അവാർഡ് കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം പാനൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചമ്പാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ ഇടിമിന്നലിൽ താഴെ ചമ്പാട്ടെ കൂവാട്ട് ക്ഷേത്രത്തിനും സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കൂവാട്ട് ക്ഷേത്രത്തിന് മാത്രമുണ്ടായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇടിമിന്നൽ പതിച്ച കൂവാട്ട് ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്നതിൻ്റെ പ്രതീതിയിലായിരുന്നു. ക്ഷേത്രത്തിലെ വൈദ്യുത വയറിംഗ് പൂർണ്ണമായും തകരുകയും വൈദ്യുത സംവിധാനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ക്ഷേത്ര പരിസരത്തെ കല്ലുകെട്ടി സംരക്ഷിച്ചിരുന്ന അരയാൽ തറയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ക്ഷേത്രത്തിന് സമീപത്തുള്ള കഴകപ്പരയുടെ കൽത്തൂണും ഇടിമിന്നലിൻ്റെ ആഘാതത്തിൽ ചിതറിത്തെറിച്ചു. തൂണിനുള്ളിലെ ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തെളിഞ്ഞു കാണുന്ന തരത്തിലാണ് നാശനഷ്ടമുണ്ടായത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ക്ഷേത്രത്തിൽ മാത്രം കണക്കാക്കുന്നുണ്ടെന്ന് സമീപവാസിയും ഗജാഞ്ചിയുമായ ഷിനോദ് പറഞ്ഞു. കൂവാട്ട് രമേശൻ, രഗേഷ്, വിജേഷ്, കുറുക്കൻ വീട്ടിൽ കൗസു, തട്ടാൻ്റവിടെ ബിജു എന്നിവരുടെ വീടുകളിലെ വയറിങ്ങുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി. പല വീടുകളിലെയും ടെലിവിഷൻ, ഫ്രിഡ്ജ്, സെറ്റ് ടോപ്പ് ബോക്സ്, വൈഫൈ റൂട്ടർ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായി. വൈദ്യുത ഉപകരണങ്ങൾക്കുണ്ടായ കേടുപാടുകൾ മൂലം നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക നഷ്ടവും നേരിട്ടിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളും ക്ഷേത്ര ഭാരവാഹികളും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികാരികൾ അറിയിച്ചു. ആളപായമൊന്നും സംഭവിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായതായി നാട്ടുകാർ അഭിപ്രായപ്പെട്ടു. സിഒഎ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്ന KO പ്രശാന്തിന്റെ സ്മരണയ്ക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമിയിലെ PP ശശീന്ദ്രന് കണ്ണൂരിൽ സമ്മാനിച്ചു. കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പ്രൗഢമായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുരസ്കാരം സമ്മാനിച്ചു. സിഒഎ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്ന KO പ്രശാന്തിന്റെ സ്മരണയ്ക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമിയിലെ PP ശശീന്ദ്രന് കണ്ണൂരിൽ സമ്മാനിച്ചു. കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ വെച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുരസ്കാര സമർപ്പണം നടത്തി. PP ശശീന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും ഗ്രാമിക TVയുടെ മുൻ MDയും സിഒഎയുടെയും കണ്ണൂർ വിഷന്റെയും നേതൃനിരയിൽ പ്രവർത്തിച്ച KO പ്രശാന്തിന്റെ 1ാം ജന്മ വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ വിഷൻ മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തിയത്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രനെ സമ്മാനിച്ചത്. കേബിൾ TV മേഖലയിൽ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം അകക്കണ്ണിന്റെ വെളിച്ചം എന്ന സ്റ്റോറിക്ക് ഹൈവിഷൻ ചാനലിലെ ഉന്മേഷ് പായത്തിനും സമ്മാനിച്ചു. ക്യാമറമാനുള്ള പുരസ്കാരം സീൽ TVയിലെ ഷാജി കിടറക്കും വിഷ്വൽ എഡിറ്റിംഗ് പുരസ്കാരം പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിലെ UM സുജിത്തിനും സമ്മാനിച്ചു. സീൽ TVയിലെ ലിജിത ജനാർദ്ദനന് ജൂറിയുടെ പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ കൈമാറി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രാദേശിക സംഭവങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ പ്രാദേശിക ചാനലുകൾ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. കേബിൾ TV രംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത തുരുത്തുകളായി ഓരോ മേഖലയിൽ ഒതുങ്ങി നിന്നവരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സിഒഎ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ നേതൃത്വത്തിലാണ്
കണ്ണൂർ വിഷനും കേരള വിഷനും ഒക്കെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വൻകിട കോർപ്പറേറ്റുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് ഉപഭോക്താക്കളെയും മറ്റുമെല്ലാം ചൂഷണം ചെയ്യാനുള്ള വലിയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് ഒരു പ്രതിരോധത്തിൻ്റെ വൻമതിൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കടന്നു വരികയും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം സംഘടിച്ച് ഒരു മഹാശക്തിയായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൻ്റെ കരുത്തിനെക്കുറിച്ചും ശേഷിയെക്കുറിച്ചൊന്നും ഇവിടെ ഇരിക്കുന്ന ആളുകളോട് സൂചിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം ആ നിലയിൽ ഒട്ടേറെ ആളുകൾ ഇന്ന് ആശ്രയിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമായിട്ടുള്ള തൊഴിലും വരുമാനവുമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി കേബിൾ ടി വി രംഗം ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ് സ്വാഗതം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ U ബാബു ഗോപിനാഥ്, PSCB തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി. തലശ്ശേരി സിഗ്നലേഴ്സ് ഏർപ്പെടുത്തിയ പ്രഥമ കോവിലൻ പുരസ്കാരം മേലൂരിലെ ഷീല ജയപ്രകാശിന് സമ്മാനിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ TKT മുഴപ്പിലങ്ങാട് അവാർഡ് കൈമാറി. കോർ ഓഫ് സിഗ്നൽസിൽ നിന്ന് വിരമിച്ച വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മ തലശ്ശേരി സിഗ്നലേഴ്സ് സാഹിത്യകാരൻ കോവിലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ധർമ്മടം ബ്രണ്ണൻ കോളേജിന് സമീപത്തെ എക്സ് സർവീസസ് ലീഗിൻ്റെ വിമുക്ത ഭടഭവനിൽ നടന്ന പരിപാടി നാടകകൃത്തും സാഹിത്യകാരനുമായ TKD മുഴപ്പിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വിശാലമായ മേഖലകളിൽ വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പട്ടാള ജീവിതവുമായിട്ട് അതുപോലെ തന്നെ സാമൂഹിക ജീവിതവുമായും കുടുംബജീവിതവുമായും ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടുകൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വിശാലമായ അനുഭവങ്ങളൊക്കെ കുറിപ്പായി എഴുതി വെക്കണം. ഇന്ന് നമ്മൾ ഈ യോഗം ചേർന്ന് അടുത്ത വർഷം ഒരു യോഗം ചെയ്യുമ്പോഴേക്കും നിങ്ങളിൽ എല്ലാ ആളുകളും എഴുതിയിട്ടുള്ള ഇത്തരം ലേഖനങ്ങൾ സമാഹരിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ച് അത് ഇവിടെ വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. പട്ടാളക്കാരൻ എന്ന് പറയുന്നത് വളരെ വിശാലമായ അനുഭവങ്ങളുള്ള ഒരാളുകളാണ്. അതെങ്ങനെയാണ് എഴുതുക എന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എഴുത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാഷയില്ല. നമ്മളൊക്കെ എന്താണോ സംസാരിക്കുന്നത്, എന്താണോ പറയുന്നത്, എങ്ങനെയാണോ പറയുന്നത്, അതുപോലെ തന്നെ എഴുതിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് സാഹചര്യം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണ് അക്ബർ എന്ന് പറയുന്നത്. രാജരാജവർമ്മ എഴുതിയിട്ടുള്ള അക്ബർ ചക്രവർത്തിയെ പറ്റിയുള്ള ഒരു നോവൽ മലയാളത്തിലെ ഏറ്റവും പ്രത്യേകമായ ഭാഷ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ആ നോവൽ. അതിനുശേഷം CV രാമൻപിള്ളയുടെ വാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും തുടങ്ങിയ നോവലുകൾ അതുപോലുള്ള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നുമല്ല മലയാളത്തിൻ്റെ ഭാഷ. മലയാളം ആവിഷ്കരിക്കാനുള്ള ഭാഷ എന്ന് ഞാൻ തെളിയിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെയും തകഴിയെയും കേശവദേവിനെയും പോലുള്ള ആളുകളാണ്. അതാണല്ലോ സ്വീകരിക്കുകയും ചെയ്തത്. രാജരാജവർമ്മയുടെ അക്ബറെ നമ്മുടെ മലയാളികൾ തിരസ്കരിച്ചപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി സ്വീകരിക്കുന്നതാണ്. ഈ വ്യത്യാസം ഭാഷാപരമായി നമ്മൾ എഴുതുന്നതാണ് ഭാഷ എന്ന്. തുടർന്ന് കോർ ഓഫ് സിഗ്നൽസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബാംഗങ്ങളുമായ സാഹിത്യ പ്രതിഭകൾക്ക് ഏർപ്പെടുത്തുന്ന പ്രഥമ കോവിലൻ പുരസ്കാരം മേലൂരിലെ ഷീല ജയപ്രകാശിന് TKD മുഴപ്പിലങ്ങാട് സമ്മാനിച്ചു. സുരേന്ദ്രനാഥൻ ബാബു പൊന്നാടി അണിയിച്ചു. അവാർഡ് തുകയായ 3001 രൂപ ക്യാഷ് പ്രൈസ് കേണൽ പുഷ്പരാജൻ നമ്പ്യാർ കൈമാറി. AK രാമകൃഷ്ണൻ കോവിലിൻ്റെ രചനകളെ പരിചയപ്പെടുത്തി. KS ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പുസ്തകങ്ങൾ പാലയാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിശ്വജിത്ത് പൂവാടനും KP പ്രദീപ് കുമാറും കൈമാറി. CA ജയരാജൻ, N ദിനേശൻ, ദിനിൽ ധനഞ്ജയൻ എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് കൃഷ്ണൻ വന്ദേ മാതരം ആലപിച്ചു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം പാനൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗമാണ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. അതിനേക്കാൾ വേഗത്തിൽ എണ്ണത്തിൽ ഗ്രാമങ്ങളും പട്ടണങ്ങളും വ്യത്യാസമില്ലാതെ കടകൾ പൊട്ടിപ്പോവുകയാണ്. ചെറിയ കച്ചവടമെന്നോ വലിയ കച്ചവടമെന്നോ അതിന് വകഭേദമില്ല. അതാരും അറിയുന്നില്ല, ലോകം ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തിനേറെ പറയുന്നു, വ്യാപാര സംഘടന പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. നമ്മുടെ ജനറൽ ബോഡി യോഗം ഒന്നൊന്നായി എടുത്ത് പരിശോധിക്കുമ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പം തകൃതിയായി കച്ചവടം നടക്കുന്ന സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം വ്യാപാര കേന്ദ്രമായി മാറുകയും അതിൻ്റെ ഫലമായി ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാർ കടയിൽ കാഴ്ചക്കാരായി ഇരിക്കുകയാണ്. പിന്നീട് ഓൺലൈനിലാണ് വ്യാപാരം. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യാപാരി എടുത്ത് പരിശോധിച്ചാൽ ഓൺലൈനിൽ തൻ്റെ വീട്ടിൽ ഒരു 4 പ്രാവശ്യങ്ങൾ സാധനം മേടിക്കാത്ത ഒരാളും കടയിൽ പോയി സാധനം മേടിക്കണമെങ്കിലും ഓൺലൈനിൽ വില നോക്കി വ്യാപാര സ്ഥാപനത്തിൽ പോയി വിലപേശി മേടിക്കുന്നതിലേക്ക് പോയിരിക്കുകയാണ്. പാനൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ പുരുഷോത്തമൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി വർഗീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ബാഷിദ് പുനത്തിൽ, മേഖലാ ട്രഷറർ നാസർ പുത്തലത്ത്, യൂണിറ്റ് ട്രഷറർ എൻ വത്സലൻ, കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് CK രാജൻ, അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കെ പുരുഷോത്തമനെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തു. KM മുഹമ്മദ് അലിയാണ് ജനറൽ സെക്രട്ടറി. OT അബ്ദുള്ളയെ ട്രഷററായും തെരഞ്ഞെടുത്തു. കതിരൂർ പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവം ചെണ്ടമേളത്തോടുകൂടിയ വർണ്ണശബളമായ ഘോഷയാത്രയോടെ നടത്തി. മധുരപലഹാര വിതരണവും നടത്തി. പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും ഇന്ന് പ്രവേശനോത്സവം നടത്തുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനമുണ്ട്, ജില്ലാതല ഉദ്ഘാടനങ്ങളുണ്ട് സ്കൂളിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് തല ഉദ്ഘാടനങ്ങളെല്ലാം നടന്നു വരികയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടു കൂടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് ഇന്ന് വരുന്നത്. നല്ല കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂളുകളിൽ ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഇന്ന് അതേ രീതിയിൽ തന്നെ, അതിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇന്ന് വാദ്യമേളങ്ങളോടുകൂടി നമ്മൾ ഈ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ കൂരാർത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സംഗീത, കരുണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V ശോസ്ന, പഞ്ചായത്ത് സെക്രട്ടറി PN മഞ്ജുഷ, അസിസ്റ്റന്റ് സെക്രട്ടറി M സുഗതൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ സബിത്ത്, ബ്ലോക്ക് കോർഡിനേറ്റർ ശിശിന, ശില്പ, സ്കൂൾ PTA പ്രസിഡന്റ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ബാഗ്, പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു. വർഷത്തോളം പഴക്കമുള്ള വണ്ണത്താങ്കണ്ടി MLP സ്കൂൾ കെട്ടിടം വിസ്മൃതിയിലാകുന്നു. ട്രെയിൻ മാതൃകയിൽ നിർമ്മിച്ച സ്കൂൾ ട്രെയിൻ സ്കൂൾ എന്നാണ് നാട്ടുകാരിൽ അറിയപ്പെടുന്നത്. പുതിയ കെട്ടിടം പണി പൂർത്തിയായെങ്കിലും കഴിഞ്ഞ ദിവസമാണ് കെട്ടിടം മാറാൻ വേണ്ടി സർക്കാർ അനുമതി ലഭിച്ചത്. തുടർന്ന് പുതിയ അധ്യയന വർഷം പുതിയ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി.
1903 സ്ഥാപിതമായ വണത്താങ്കണ്ടി MLP സ്കൂളിന്റെ പുതിയ കെട്ടിടം സജ്ജമാക്കിയത് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നുള്ള കൂട്ടായ്മയാണ്. 80 വർഷത്തിനു മുൻപ് ഒരു വ്യക്തിയിൽ നിന്നും ഒളവില റഹ്മാനിയ കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു ഈ സ്കൂൾ. മാനേജ്മെന്റ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടെ പുതുക്കിപ്പണിത മനോഹരമായ 2 നില കെട്ടിടത്തിൽ വെച്ച് 2026 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ വാർഡ് അംഗം ആരതി ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന എന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ആദ്യമായി ആശംസ അറിയിക്കട്ടെ. നെൽസൺ മണ്ടേല പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വെപ്പൺ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നമുക്ക് ഈ ഒരു ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു വെപ്പൺ ആയുധം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ്. വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് പലതിനും മാറ്റം കൊടുക്കുന്നത്. അപ്പൊ ഇത് നല്ലൊരു തുടക്കമായി, എന്റെ മക്കൾക്ക് ഈ ഒരു തുടക്കം നല്ലൊരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മള് വൈലപ്പള്ളി പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പൂക്കളാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പൂക്കളല്ല, അവര് വിത്തുകളാണ്. കാരണം പൂക്കൾ എന്ന് പറയുന്നത് അതൊരു കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമുള്ളതാണ്, അത് കൊഴിഞ്ഞു പോകും. നേരെ മറിച്ച് വിത്തുകൾ എന്ന് പറയുന്നത് അത് ഇനി വരുന്ന തലമുറക്കും കൂടി ഉള്ളതാണ്. PTA പ്രസിഡന്റ് K. നജീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിഫ്താഖ്, മുൻ പ്രധാനാധ്യാപിക ഗീത, ഷറഫുദ്ദീൻ മാസ്റ്റർ, കമ്മിറ്റി ഭാരവാഹികളായ KP ഖാദർ ഹാജി, CV മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. മാനേജർ പാറേമൽ മൊയ്തു നവാഗതരായ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. മുഖ്യാതിഥിയായി തിയേറ്റർ ആർട്ടിസ്റ്റ് രാജു മാങ്ങാട്ടിടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പുതിയ സ്കൂളിൽ അധ്യയനം ആരംഭിക്കാൻ സാധിച്ചതിൽ വിദ്യാർത്ഥികൾക്കും മാനേജ്മെന്റിനും അതിയായ സന്തോഷമുണ്ടെന്ന് മാനേജർ പാറേമൽ മൊയ്തു ഹാജി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു നിരക്ഷര കാലഘട്ടത്തിൽ 1903, അതായത് 123 വർഷം മുമ്പ് പൂർവീകരായ മഹാരഥന്മാർ തുടങ്ങിവെച്ച ഒരു സംരംഭമാണ് വണ്ണത്താങ്കണ്ടി MLP സ്കൂൾ. ഇന്നത് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പോകുന്ന ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ പ്രവേശനോത്സവം വളരെ മനോഹരമായി സംഘടിപ്പിച്ച നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതേപോലെ ടീച്ചേഴ്സ്, എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു. സഫാരി ഗ്രൂപ്പ് ചെയർമാൻ സാനുൽ ആബിദ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ഉടൻ നടത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ഫാറൂഖ് സ്വാഗതം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ.
എക്സൽ പബ്ലിക് സ്കൂൾ മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 813806-188, 965-681-3834, 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238-296699, 6238-596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Gold. Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി മദ്രസത്തുൽ ഇസ്ലാമിയ LP സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണശബളമായി ആഘോഷിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. അനുഗ്രഹീതം, സിദ്ര, തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ, കുവൈറ്റ് ചാപ്റ്റർ തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. മാരിയമ്മ വാർഡ് കൗൺസിലർ നൂറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാനേജർ CA അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. AP അബ്ദുറഹീം, സാഹിർ പാലക്കൽ, റാഷ നിസാർ, COT ഫസൽ, റസിയ ലത്തീഫ്, ഫാറൂഖ് പാലോട്ട്, സാക്കിർ കാത്താണ്ടി, PO ജാബിർ, PP ഫൈസൽ, നിസാർ പടിപ്പുരക്കൽ, മുനീസ് അറയിലകത്ത്, ഫിറോസ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക K ഹസ്ന സ്വാഗതവും COT മുഹമ്മദ് നന്ദിയും പറഞ്ഞു. നൊച്ചിക്കാട് NK അബു ഹാജി ആൻഡ് ഖദീജ ഫാമിലി കുടുംബസംഗമം കരിയാട് മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ പാറക്കൽ അബ്ദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. നൊച്ചിക്കാട് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. കുടുംബസംഗമം പാറക്കൽ അബ്ദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് 35 വർഷത്തിന് മേലെ പരിചയമാണ് പ്രിയപ്പെട്ട അദ്ദേഹം ടെലഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നോ പറയാൻ സാധിക്കും. അയാൾക്ക് ഒരുപാട് യുവത്തിട്ടുണ്ട്, പല കാര്യങ്ങളിലും പല നിലപാടുകളിലും പലപ്പോഴും പക്ഷേ മുസ്തഫ ചെയ്യുന്ന ചില സംഗതികൾ അതൊരു മാതൃകയാണ്. സാമ്പത്തികമായി സൗകര്യങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, അവരൊന്നും കാണാത്ത ചെയ്യാത്ത ഒരുപാട് പ്രവൃത്തികൾ. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ശൈലിയാണ്. അത് നാട്ടിൽ ഒരുപാട് ഉപകരിക്കും. ഞാൻ പല സ്ഥലത്തും പോയപ്പോഴും പലരും എന്നോട് ഇത് മുസ്തഫ ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. സാമ്പത്തികമായി നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി മാതൃകരായ ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക എന്നുള്ളത് ഏറെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും അവരെ ഏറെ അഭിനന്ദിക്കേണ്ടതും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് മുസ്തഫയിലുള്ള അങ്ങനെ ഒരു നല്ല വശം എന്തു അദ്ദേഹം വ്യക്തിത്വമെന്ന് പറയും. അത് പറയുന്നത് ശരിയോ തെറ്റാവട്ടെ, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് അത് ധൈര്യപൂർവ്വം തുറന്നു പറയും. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആരെയും മുനാശിക്കാൻ പോകില്ല എന്നുള്ള ഒരു നിലപാടുണ്ട്.
പക്ഷേ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ സമൂഹത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ, നാട്ടിന് ഗുണകരമാകുന്ന രൂപത്തിൽ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം. ചിലപ്പോൾ കുടുംബ സംഗമം എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തെ കൂടുമ്പോൾ ഇമ്പമുള്ളതില്ല. ഇതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത്. അപ്പോൾ നമ്മളാരും ഒരു കുടുംബത്തിൽ ജനിച്ചുള്ളത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കുന്ന കുടുംബമാണ്. ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത് തിരിച്ചുകൊണ്ടതല്ല, ഇതെല്ലാവരും ഒരു നിയോഗമാണ്. അപ്പോൾ നമ്മൾ കുടുംബക്കാരാക്കിയത് അത് അല്ലാഹുവിൻ്റെ ഒരു നിയമം എന്ന നിലയിലാണ് അത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്കവിടെ കുടുംബത്തെ ചേർത്ത് വെക്കാനും കുടുംബത്തെ ഒരുമിപ്പിക്കാനും, അതുകൂടാതെ കുടുംബ സംഗമത്തിനെ കൂടെ ഞാൻ കണ്ട ഒരുപാട് നാട്ടിൽ ഒരുപാട് നന്മ നടക്കുന്നത്. അതിൻ്റെ പേരിൽ നാട്ടിൽ പല പൊതു പ്രവർത്തന രംഗത്ത് ഇപ്പോൾ കഷ്ടപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, വീടില്ലാത്ത ആളുകൾ, അവർക്കൊക്കെ സ്വാതന്ത്ര്യമേകുന്ന രൂപത്തിലുള്ള സംഗതികളിൽ കുടുംബ സംഗമം കൊണ്ട് നടത്തുക. ഒപ്പം NK മുസ്തഫ സാഹിബ അധ്യക്ഷത വഹിച്ചു. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ലോകം, അത് കേൾവിക്കാരെ കൂട്ടാൻ വേണ്ടി പലതും പ്രചരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ നിൽക്കുന്നവരായിരുന്നു മതേതര ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് നമ്മൾ. പെരുങ്ങളും പറയേണ്ടതില്ല, ഒരിക്കലും വലിയ സംഘർഷമില്ല. എല്ലാ രീതിയിൽ പറഞ്ഞാലും നമ്മൾ സമാധാനത്തിലില്ല, സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ അടുത്ത കാലത്തായി നമ്മൾ 10-20 കൊല്ലം കൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഈ ഒരു ഓഡിറ്റോറിയം നിർമ്മാണത്തിന് കരിയാട്ടുള്ള ഗ്രൂപ്പ് അതിനെ ഖത്തറിൽ വന്നപ്പോൾ എന്നോട് മെമ്പർഷിപ്പിച്ചാണ് ഞാൻ ചേരാൻ തയ്യാറാണ്. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര സമയം പറഞ്ഞു ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞു. അന്ന് ആർക്കും ഇങ്ങനൊരു ആവശ്യമില്ലായിരുന്നു തോന്നിയിരുന്നില്ല. കാരണം വീട്ടുമുറ്റത്ത് സൗകര്യങ്ങളുണ്ടായിരുന്നു, വലിയ പറമ്പിലൊരു വീടായിരുന്നു, എല്ലാ പറമ്പും വലുതായിരുന്നു. അത് വീതം വെച്ച് വീതിച്ചു പട്ടിയപ്പത്തിന് ഇത് കുറിച്ച പോലെയായിരുന്നു. ഇന്റർലോക്ക് ചെയ്ത മിറ്റം മാത്രമേ ഉള്ളൂ, മരങ്ങളെല്ലാം പോയി. അതുകൊണ്ട് കുടുംബം എല്ലാം വേണം. ആ സന്ദർഭത്തിൽ നിർമ്മിച്ചത് ഇന്നാണെങ്കിൽ അതിൻ്റെ 10 പണം ചെലവാക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വെലികത്തൂർ പള്ളി, അതിൻ്റെ ഡെവലപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരെ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് അത്തരത്തിലുള്ള ഫൈസൽ എന്നീ ഒത്തിരി ആളുണ്ട്. അതിന് സജീവമായി ആൾക്കാരെ കണ്ടെത്തുകയും ഇവരെല്ലാം അതിൻ്റെ ഭാഗം ഒരു ഡയാലിസിസ് സെൻ്റർ മനോഹരമായി സൗകര്യത്തോടു കൂടി ഡയാലിസിസ് സെൻ്റർ വരികയാണ്. ഞാൻ സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത് മരണം വരെ അതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ളത് ഞങ്ങൾക്ക് അനുവദിക്കുന്നതൊക്കെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിഥികളെ ആദരിക്കലും മുതിർന്നവർക്ക് പൊന്നാട അണിയിക്കലും നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ, മുൻ ചെയർപേഴ്സൺ റംല ടീച്ചർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടത്തിൽ നാസർ, പാനൂർ നഗരസഭാ കൗൺസിലർ ഉമൈസ തിരുവമ്പാടി, മുസ്തഫ കല്ലുംപുറം, ആവോലും ബഷീർ, യൂസഫ് ചിറ്റുള്ളതിൽ, അസീസ് കുന്നോത്ത്,
KM അസീസ് ചൊക്ലി, കക്കാട് പോക്കർ, AK മമ്മു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഉസ്മാൻ നൊച്ചിക്കാട്, നെല്ലൂർ അബ്ദു, പാറാൽ മുസ്തഫ, VV മഹമ്മൂദ്, KPS അബ്ദുള്ള, ദാവൂദ് വെങ്ങളത്തിൽ, ഇസ്മായിൽ വെങ്ങളത്തിൽ, യൂസഫ് വട്ടക്കണ്ടി തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായി. BV പുത്തൻപുരയിൽ ആയിഷ കടങ്കോട്ട്, ബിയാത്തു വിളങ്ങളതിൽ, സബിയ MTK എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CH ദാവൂദ് സ്വാഗതവും പാനൂർ നഗരസഭാ കൗൺസിലർ മുഹ്സിൻ പാറാൽ നന്ദിയും പറഞ്ഞു. വിവിധ കലാകായിക പരിപാടികളും നടന്നു. ഗായകൻ താജുദ്ദീൻ വടകരയുടെ ഗാനമേളയും നടന്നു.
മാടപ്പേടിക കൊമ്മൽ ഫ്രണ്ട്സ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ദാമോദരൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. മാടപ്പേടിയക്കടുത്ത് കൊമ്മൽ വയൽ ഫ്രണ്ട്സ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ ദാമോദരൻ മാസ്റ്റർ അനുസ്മരണവും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. AEO പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. P. ലിഗേഷ് അധ്യക്ഷനായി. P. ശ്രീജേഷ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറിയുടെ സ്ഥാപകരിൽ പ്രമുഖനും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ദാമോദരൻ മാസ്റ്ററുടെ സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ട് രാജീവൻ മാസ്റ്റർ സംസാരിച്ചു. CP പ്രസീൽ ബാബു, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. ഒരിടവേള കൂടി. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പുതിയ അധ്യയന വർഷത്തെ വരവേറ്റ് കതിരൂർ GVHSS പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. പ്രസീത പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് TK ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ പ്രധാനാധ്യാപിക T. സീന
സ്വാഗതം പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെച്ച വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ടി കെ ഷാജ്, VHSC പ്രിൻസിപ്പൽ കെ പ്രിയ, കതിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, സ്കൂൾ പാർലമെന്റ് പ്രതിനിധി ആദിൽ കാരായ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി വി അനിൽകുമാർ നന്ദി പറഞ്ഞു. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭം. വിവിധ കലാപരിപാടികളും നടന്നു. തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹെൻറി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വീണ്ടും പ്ലസ് ടു പരീക്ഷ റിസൾട്ട് നോക്കിയാണെങ്കിൽ വളരെ മികച്ച 90% മുകളിൽ പ്ലസ് ടു പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് അതൊരു ഹിമാലയൻ ടാസ്കാണ്. അപ്പോൾ 90% മുകളിൽ റിസൾട്ട് വന്നാൽ തന്നെ ഏറ്റവും മികച്ച അധ്യയനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. PTA പ്രസിഡന്റ് പി റോഷിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ മുഖ്യാതിഥിയായി. പുതുതായി ചുമതലയേറ്റ പ്രധാന അധ്യാപിക സിസ്റ്റർ ചൈതന്യയെ ചടങ്ങിൽ വരവേറ്റു. ലോക്കൽ മാനേജർ ഡോക്ടർ സിസ്റ്റർ ഗ്രേസ് തോമസ്, രഹന നാരായണൻ, PTA വൈസ് പ്രസിഡന്റ് സജേഷ് അണിയേരി, മദർ PTA പ്രസിഡന്റ് ജാസ്മിന ഷമീർ, അധ്യാപക പ്രതിനിധി ഷിൽബി ജോസഫ് എന്നിവർ സംസാരിച്ചു. അധ്യാപക പ്രതിനിധി സുമന ദേവി സ്വാഗതവും അലീസിയ സജീഷ് നന്ദിയും പറഞ്ഞു. ബാൻഡ് വാദ്യം, കരാത്തെ, നൃത്തങ്ങൾ എന്നിവ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു. Oft interred with their bones. So let it be with Caesar. The noble Brutus had told you that Caesar was ambitious. If it were so, it was a grievous fault, and grievously had Caesar answered it. Here, under the leave of Brutus and the rest, for Brutus is an honorable man. അണിയാരം സൗത്ത് LP സ്കൂൾ പ്രവേശനോത്സവം നടന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കോടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സഹാനുഭൂതിയുള്ള മൂല്യങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള ഒരു കേന്ദ്രമായ ഒരു ശില്പശാലയാണ് വിദ്യാലയം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം കേവലം ഒരു മാർക്ക് നേടാനുള്ള ഒരു മാർഗം മാത്രമല്ല, അതിന്റെ ഒരു ഓട്ടം മാത്രമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യരിൽ എന്തൊക്കെ മൂല്യങ്ങൾ വളർത്തിയെടുക്കണം, അത്തരത്തിലുള്ള എല്ലാ അറിവുകളും അതുപോലെ തന്നെയുള്ള പല അനുഭവങ്ങളും നേടിയെടുത്തുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള മക്കളായിട്ട് മാറണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് അറിവുകളൊക്കെ വിവരങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു ജീവിത മാർഗമല്ല, ജീവിതം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വഴി കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മക്കളെ ബോധ്യപ്പെടുത്തുക. ഇന്നത്തെ കാലഘട്ടത്തിലും രക്ഷിതാക്കളൊക്കെ ഒരുപാട് പ്രോത്സാഹനമായിട്ട് മക്കളുടെ. നഗരസഭാ കൗൺസിലർ സാജിദ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ VP അശ്വിനി, മുൻ നഗരസഭാ കൗൺസിലർമാരായ TK ഹനീഫ, K അൻസാർ, മാനേജർ കുണ്ടത്തിൽ അബൂബക്കർ, വിദ്യാഭ്യാസ പ്രവർത്തകൻ ഖാലിദ് പിലാവുള്ളതിൽ, റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ സുരേഷ് ബാബു, മദർ PTA പ്രസിഡന്റ് റൈഹാനത്ത്, CK നാസർ എന്നിവർ സംസാരിച്ചു. നവാഗതർക്കുള്ള കിറ്റ് വിതരണവും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അക്കാദമിക് കലണ്ടറും സമ്മാനിച്ചു.
പൂർവ്വ വിദ്യാർത്ഥി അഫ്സൽ എൻ കെ കുട്ടികൾക്ക് മധുരപലഹാര വിതരണം നടത്തി. തുടർന്ന് ലിജീഷ് പെരിങ്ങത്തൂരിൻ്റെ നേതൃത്വത്തിലുള്ള സിംഫണി മ്യൂസിക് ഗാനമേള അരങ്ങേറി. പ്രവേശനോത്സവ ഗാനത്തിന് 4ാം തരം വിദ്യാർത്ഥിനികൾ ചുവടുവെച്ചു. പ്രധാനാധ്യാപിക ടി വി ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അഷീന അശോക് നന്ദിയും പറഞ്ഞു. പന്ന്യന്നൂർ സെന്റർ ഗവൺമെന്റ് LP സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്ക് മധുരപലഹാര വിതരണവും നടത്തി. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ജാനറ്റ് നോറിൻ ഫെർണാണ്ടസ് സ്വാഗതം പറഞ്ഞു. SST കൺവീനർ E കുഞ്ഞുമൂസ, VM ബാബു മാസ്റ്റർ, KT ഉസ്മാൻ, മുജീബ്, സുധാകരൻ, സ്മിത, പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ചന്ദ്രൻ, മസ്ലഹ ചെയർമാൻ അബ്ദുസലാം, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ഷബ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഈ വർഷത്തെ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിനി നവ്യസ്ത്രീയെ അനുമോദിക്കുകയും ചെയ്തു. പന്ന്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും മസ്ലഹ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിലെ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ ഇടിമിന്നലിൽ ചമ്പാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. താഴെ ചമ്പാട്ടെ കൂവാട്ട് ക്ഷേത്രത്തിനും സമീപത്ത് നിരവധി വീടുകൾക്കും കേടുപാടുകൾ. COA സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്ന KO പ്രശാന്തിന്റെ സ്മരണയ്ക്കായി കണ്ണൂർ വിഷൻ ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമിയിലെ PP ശശീന്ദ്രന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പുരസ്കാരം സമ്മാനിച്ചു. തലശ്ശേരി സിഗ്നലേഴ്സ് ഏർപ്പെടുത്തിയ പ്രഥമ കോവലൻ പുരസ്കാരം മേലൂരിലെ ഷീല ജയപ്രകാശിന്. പ്രശസ്ത സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാട് അവാർഡ് കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം പാനൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.